കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പാറയിൽ നാട്ടുകാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമം. UR പ്രദീപ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അല്ല അത് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കാരണവന്മാരുണ്ട്. നാടിന്റെ ഒരു ആവേശം. ചെറിയ കുട്ടി കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചും പ്രദേശത്തെ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങ് ഒരാഘോഷമാക്കി മാറ്റി. മുള്ളൂർക്കര പഞ്ചായത്ത് 16-ാം വാർഡ് കണ്ണമ്പാറയിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെ നടന്ന ചടങ്ങിൽ UR പ്രദീപ് MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MH അബ്ദുൾ സലാം അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ സാവിത്രി രാജൻ സ്വാഗതം ആശംസിച്ചു. സന്ധ്യാസമയങ്ങളിൽ നാട്ടുവർത്തമാനങ്ങളുമായി ഒത്തുചേരുന്ന പ്രദേശത്തെ മുതിർന്നവരായ അബൂബക്കർ ഹാജി, നാരായണൻ നായർ, ബാലൻ, കുമാരൻ, ഉമ്മർ, മണി, പ്രഭാകരൻ, മുരളീധരൻ തുടങ്ങിയവർ ആഴ്ചകൾക്ക് മുൻപേ കരുതി വെച്ച കേക്ക് മുറിച്ചാണ് സന്തോഷം പങ്കിട്ടത്. MLAയും ഇവർക്കൊപ്പം ചേർന്ന് കേക്ക് മുറിച്ചത് പ്രദേശവാസികൾക്ക് ഇരട്ടി മധുരമായി. നിരവധി ജനങ്ങൾ പങ്കെടുത്ത ചടങ്ങ് ഒരു ഉത്സവ പ്രതീതിയാണ് കണ്ണമ്പാറയിൽ സൃഷ്ടിച്ചത്. ഇതാരുടെയും സ്വകാര്യ സ്വത്തല്ല, നമ്മളെല്ലാവരുടെയും സ്വന്തം പൊതുമുതലാണ്. ഇതിനെ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. പൊതുവേ ലൈറ്റ് ഈ ഫ്യൂസ് കാരിയർ കുത്തുന്ന പോലെ എല്ലാ ദിവസവും മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പെട്ടിയും അതിലൊരു താക്കോലുണ്ട്. അതിനുള്ളിൽ ഒരു ഓട്ടോമാറ്റിക് ടൈമർ ഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിയായാൽ തന്നെ കത്താനും പുലർച്ചെ 6 മണിയായാൽ തന്നെ കെടാനും പറ്റുന്ന രീതിയിൽ സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് വല്ല ഇടിമിന്നൽ വന്ന് തന്നെ ട്രിപ്പായി കഴിഞ്ഞാൽ അത് തുറന്നു ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. 3 വർഷം ഇതിൻ്റെ വാറണ്ടി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ച ഏജൻസി കെല്ല് എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അവർ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് ചാർജാണ് 3 കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വേണം ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. എല്ലാ പഞ്ചായത്തിലും ഇതേ വ്യവസ്ഥ തന്നെയാണ് ചെയ്യാൻ കഴിയുള്ളൂ.